എല്ലാവരും ഇപ്പോൾ നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എപ്പോഴും അംഗീകരിക്കണം എന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അത് അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു വിഷയമായിട്ട് എനിക്കത് തോന്നാറില്ല. പക്ഷെ അതിൻ്റെ ഈ പറഞ്ഞ അതിന് മറ്റർത്ഥതലങ്ങളുണ്ട് എന്ന് കാണുമ്പോൾ, അത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്തല്ലാതെ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ അത് ടാർഗറ്റ് ചെയ്യുന്നു എന്ന് കാണുമ്പോഴാണ് എനിക്ക് കൂടുതൽ വിഷമം വരുന്നത്. അതെപ്പോഴും വിമർശനങ്ങൾ വരുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ, ഇപ്പോൾ ദിവ്യ അയ്യറിനെ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു മുറിയിൽ 10 പേരെ കൊണ്ടിരുത്തിയാൽ ചിലപ്പോൾ അതിൽ 2 പേർക്ക് എന്നെ ഇഷ്ടപ്പെടത്തുള്ളൂ, ചിലപ്പോൾ 10 പേർക്കും ഇഷ്ടപ്പെടും, ചിലപ്പോൾ 10 പേർക്കും ഇഷ്ടപ്പെടില്ല. അതൊക്കെ സ്വാഭാവികമാണ്, നമ്മുടെ സമൂഹത്തിൽ അതൊക്കെ സ്വാഭാവികമാണ്. അതിലിപ്പോൾ അത്രയ്ക്ക് അങ്ങ് ആകുലപ്പെടേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ ഉത്തമ ബോധ്യത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മളിപ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വാമി വിവേകാനന്ദ പറഞ്ഞ ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമായിരുന്നു, വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു മേക്ക് ആൻ ഇൻഡിവിജ്വൽ ഓർ എ നേഷൻ ഗ്രേറ്റ് എന്നുള്ളതായിരുന്നു ചോദ്യം. അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആദ്യത്തേത് ബിലീവ് ഇൻ ദ കൺവിക്ഷൻ ഓഫ് ഗുഡ്നെസ് എന്നുള്ളത്. നന്മയുടെ ഒരു കരുത്തിൽ വിശ്വസിക്കുക എപ്പോഴും. അത് വളരെ പ്രധാനമാണ് ജീവിതത്തിൽ. നമ്മൾ ചെയ്ത കാര്യം നന്മയുടെ പാതയിലാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ആരെന്ത് പറഞ്ഞാലും ഒത്തിരി പ്രശ്നം ഉണ്ടാവും. രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞത്, അവോയ്ഡ് ജെലസി ആൻഡ് സസ്പിഷൻ. സ്പർദ്ധയും സംശയവും ദുശങ്കയും ഇല്ലാതാക്കുക എന്നുള്ളത്. ചുറ്റുമുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലുള്ള കാര്യമായിരിക്കും പറയുന്നത്. അതൊരു ദേശം പുരോഗതി പ്രാപിക്കണമെങ്കിലും ഒരു വ്യക്തി പുരോഗതി പ്രാപിക്കണമെങ്കിലും അത് വളരെ പ്രധാനമാണ്. നമ്മുടെ കൂടെയുള്ളവർ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോട് നമുക്ക് അസൂയ തോന്നിയാലോ അല്ലെങ്കിൽ നമ്മൾ ഒരു മനുഷ്യനെ വിശ്വസിക്കാതിരുന്നാലോ ആകെ പ്രശ്നമാണ്. ഇപ്പോൾ ഇത് വ്യക്തിപരമായിട്ടാണെങ്കിലും നല്ല ജോലി സ്ഥലത്താണെങ്കിലും ഒക്കെ തന്നെ, ഇപ്പോൾ MD എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നു എന്നുണ്ടെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു വലിയ സമൂഹത്തെയാണ്. അവിടെ ഈ പറയുന്ന ജോലി ചെയ്യുന്ന തങ്ങളുടെ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മതി കൊണ്ടും ഒക്കെ ജോലി ചെയ്യുന്ന അനേകം വ്യക്തികളുണ്ട്. അവരെ ഓരോരുത്തരെയും വിശ്വസിച്ച് ഓരോരോ ടാസ്ക് ഏൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും ഞാൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ചെയ്യുന്നത് വലുതായിട്ടൊരു കാര്യമല്ല. ആ വിശ്വാസം മാത്രമാണ് അവിടെ ശരിക്കും പ്രധാനം. അപ്പം അത് ശരിക്കും ഈ രണ്ടും പ്രധാനമാണ്. അവിടെ അസൂയയും പാടില്ല, ആവശ്യമില്ലാത്ത സംശയം ദുശങ്കയും പാടില്ല എന്നുള്ളത് വളരെ പ്രധാനം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, ഓൾവേസ് ഹെൽപ്പ് ദോസ് ഹു ആർ ആൻഡ് ഹു ഡു ഗുഡ് എന്നുള്ളത്. നല്ല കാര്യം ചെയ്യുന്ന വ്യക്തികളെ, അതായത് ഉത്തമ ബോധ്യത്തിൽ അല്ലെങ്കിൽ ഉത്കൃഷ്ടമായ പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും സഹായിക്കുക എന്നുള്ളത് മൂന്നാമത്തെ കാര്യം. അതും ഈ പറഞ്ഞ പോലെ ഇപ്പം ജോലിയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ നമുക്കൊരു വ്യക്തിയെ കാണുമ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും ആ ഒരു ബോധ്യം വരും, ഒരു ഇൻറ്റ്യൂഷൻ വരും പലപ്പോഴും. അതിപ്പോൾ ആരുടെയും സർട്ടിഫിക്കറ്റ് നോക്കിയല്ലേ നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഉത്തമ ബോധ്യത്തോടു കൂടിയാണ്, നന്മയുടെ പാതയിലാണ് ഈ വ്യക്തി സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ കാണുമ്പോൾ എന്ത് വില കൊടുത്ത് അവരെ സഹായിക്കുക. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ വെക്കാറുണ്ട്. അത് ഒരു പക്ഷേ വിമർശനങ്ങളെ നേരിടാൻ എനിക്ക് ശക്തി തരുന്നതും ഇത് തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള നമ്മുടെ നന്മയിലുള്ള ഉത്തമ ബോധ്യം മറ്റുള്ളവരെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ വെറുതെ നോക്കാതിരിക്കുക. ഇപ്പം എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ആ വ്യക്തിക്ക് അതിൻ്റെ പിന്നിൽ വേറൊരു അജണ്ട ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോയാലാണ് എനിക്ക് പ്രശ്നം. അത് അവരുടെ ജീവിത അനുഭവം, അവരുടെ കാഴ്ചപ്പാട്. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അവിടെ വെച്ച് നിർത്തിയാൽ നമുക്ക് മനസ്സമാധാനം. അതുപോലെ തന്നെ നമ്മൾ പരമാവധി ആളുകളെ സഹായിക്കാൻ ശ്രമിക്കുക. അത് ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ തന്നെ, അത്രേ ഉള്ളൂ. ആസ് എൻ IAS ഓഫീസർ, ജെൻഡർ ഒരു
സ്ത്രീ എന്ന രീതിയിൽ ജെൻഡറിന് റോൾ ഉണ്ടോ ഈ നമ്മുടെ ബ്യൂറോക്രാറ്റിക് സ്പേസിന്? ദിവ്യ എന്ന സ്ത്രീ ആണെന്നുള്ളത് ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് ഏതെങ്കിലും രീതിയിൽ ആ സ്ത്രീ എന്നൊരു റോള് പ്ലേ എന്നെയാണോ എന്റെ ചുറ്റുമുള്ളവരെയാണോ? ചുറ്റുമുള്ളവരെയൊക്കെ ഒരു സ്ത്രീ IAS ഓഫീസർ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ജനങ്ങളുടെ ഇടയിൽ, നമ്മൾ പൊതുജന സേവക എന്നുള്ള ഒരു നിലയിൽ നിൽക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലുവാൻ എന്നെ അത് പ്രാപ്തയാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ചും സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ വിഷയത്തിൽ നമുക്ക് ഇടപെടാനായിട്ട് അത് തീർച്ചയായിട്ടും ഒരു പച്ചക്കൊടിയാണ്. അപ്പോൾ പുരുഷന്മാർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നമുക്ക് കുറച്ചുകൂടി അടുക്കുവാനും ആർദ്രതയോടുകൂടി നോക്കിക്കാണുവാനും പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ അത് നമ്മളെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പൊതുജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെല്ലുവാൻ തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹം തന്നെയാണ്. നമുക്കൊരു സങ്കോചം ഉണ്ടാവില്ല, അതുപോലെ തന്നെ അവർക്കും. അതെ അതെ, നമുക്കും അവർക്കും ഒരു സങ്കോചമില്ലാതെ, വിമുഖതയില്ലാതെ നമുക്ക് കുറച്ചുകൂടെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി, കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ ഒരു വർക്കിംഗ് സ്പേസിൽ എന്ന് പറഞ്ഞാൽ ഐ വുഡൻറ്റ് സേ അങ്ങനെ ഒരു വിവേചനം എന്നുള്ള ഒരു നിലയിൽ സ്ത്രീ ആയതുകൊണ്ട് മാത്രം ഇന്ന തടസ്സങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ സ്ത്രീ എന്ന നിലയിൽ ഇപ്പോൾ സിത്താരയുടെ സ്പേസിൽ എന്തൊക്കെ ഒരു സ്ത്രീ എന്ന നിലയിൽ സമൂഹത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ, എന്തൊക്കെ വെല്ലുവിളികൾ അനുഭവിക്കുന്നു, അതെല്ലാം ഞാനും അനുഭവിക്കുന്നുണ്ട്. ഒരു IAS ഓഫീസർ ആയതുകൊണ്ട് മാത്രം അതിൽ നിന്നും ഒന്നും ഞാൻ എന്താ പറയുക, ഷീൽഡഡ് ആവുന്നില്ല, യുനോ. സോ ദാറ്റ് ഈസ് നോട്ട് ഒരു പ്രൊട്ടക്ഷൻ ഗിയർ അല്ല ഒരു IAS ഓഫീസർ ആവുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സ്ഥാനത്തെത്തുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് എ പ്രൊട്ടക്ഷൻ ഗിയർ for you. You would still face all the challenges that any woman in this society would face, and I think I still face that. So on a daily basis adu undu eppozhum, I am as vulnerable as any woman is in our state, in our country. So does it limit you in some way? That oru limitation aayittu feel cheyarundo edengilum task il edengilum oru responsibility illa? No, I've never felt that. അത് കാരണം എനിക്കൊരു സംഭവം ഒരു അവസരം ലഭിച്ചില്ല എന്നോ, അല്ലെങ്കിൽ അത് കാരണം ഞാൻ പറഞ്ഞത് എൻ്റെ തീരുമാനം കേൾക്കപ്പെട്ടില്ല എന്നോ, അത് കാരണം എനിക്ക് ഒരു സാധ്യതയില്ലാതായി എന്നോ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരിമിതിയായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഈ സർവീസ് എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഒരു വർക്കിംഗ് വുമൺ സ്റ്റാറ്റസ് ഡോക്ടറായിരുന്നു, അത് കഴിഞ്ഞിട്ട് IAS എത്തി. പക്ഷെ ഈ നമ്മൾ സാധാരണ പറയുന്ന ഈ സ്ത്രീ എന്ന് നമ്മൾ പറയുന്ന കുടുംബത്തിനകത്ത് പാചകം ചെയ്യുന്നു, ഭർത്താവിന്റെ ഉടുപ്പലക്കുന്നു, കുട്ടികളെ സ്കൂളിൽ വിടാൻ ചെയ്യുന്നു, അവരെ വിളിച്ചുകൊണ്ട് വരുന്നു, ഇത്തരം ഒരു എന്താണ് പറയുന്ന ഒരു മൊഡ്യൂളിനകത്ത് നിൽക്കുന്ന ഒരു വർക്കിംഗ് വുമൺ അല്ല ദിവ്യ. പക്ഷെ അതേസമയം തന്നെ ഇപ്പൊ പറഞ്ഞതനുസരിച്ചുള്ള വൾണറബിലിറ്റി ഉണ്ടല്ലോ, അത് ഈ ഇപ്പം പലരും ആഗ്രഹിക്കുന്നുണ്ടാവും, ദീദി അങ്ങനെ ചെയ്യണം, ദീദി ഇങ്ങനെ ചെയ്യണം, ഇത് ജോലിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത്തരം സാധനങ്ങൾ ചെയ്യുന്നില്ല. അത് ഏതെങ്കിലും തരത്തിൽ അനുഭവിച്ചിട്ടുള്ളൂ അങ്ങനെ ഒരു അങ്ങനെ സാമൂഹിക ട്രഡീഷണൽ എക്സ്പെക്ടേഷൻസ് അബൌട്ട് എ വുമൻ അങ്ങനെ അതാണ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അനുഭവിച്ചിട്ടുണ്ടാകും. ഓരോരോ കാലഘട്ടത്തിൽ അതിൻ്റെതായിട്ടുള്ള പ്രതീക്ഷകൾ സമൂഹവും കുടുംബവും ഒക്കെ വെച്ച് പുലർത്തുമല്ലോ. അപ്പോൾ അതൊക്കെ അതാത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് നമ്മൾ ഈ നിലയിലാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് വ്യക്തികളെ ബോധ്യപ്പെടുത്തേണ്ട രീതിയിൽ ബോധ്യപ്പെടുത്തിയാൽ പിന്നെ ഒരു പ്രശ്നം കാണില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സംടൈംസ് യു ഓൾസോ മേക്ക് certain choices in your life, which may not stick to a particular school of thought. ഇപ്പോൾ ഫെമിനിസം എന്നുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ പലർക്കും പല ചിന്തകളായിരിക്കും, പലർക്കും പല മാനദണ്ഡങ്ങളായിരിക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം there are certain choices that I made in my life which may or may not be applicable to the feminist school of thought.
But I am not bothered about that as long as, you know, I believe that you're a strong woman or you're a strong person if in your sound mind you can make your own decisions. അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ തീരുമാനം അതായിരുന്നു, അത് നടപ്പിലാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് മാത്രമാണ് എന്നെ ശക്തയാക്കുന്നത്. ആ തീരുമാനം ബാക്കിയുള്ളവരുടെ കണ്ണിൽ അത് ഒരു പക്ഷേ സ്ത്രീത്വത്തിൻ്റെ ബലഹീനതയാകാം, ബാക്കിയുള്ളവരുടെ കണ്ണിൽ അത് ബലമാകാം, അതെന്തുമായിക്കോട്ടെ. ഒരു മെന്റാലിറ്റി കേരളത്തിന്റെ ഒരു മാസ്കുലിൻ മനസ്സില് സ്ത്രീ എത്രത്തോളം ഉയർത്ത ജോലിയിലായാലും മറ്റ് അക്കാഡമിക് തലത്തിലായാലും പോയാൽ പോലും ആ ഒരു മാസ്കുലിൻ ചിന്ത എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ രൂഢമൂലമായിട്ട് നിൽക്കുകയല്ല. നമ്മൾ എത്രത്തോളം പോകുമ്പോഴും കേരളം വളരെ പുരോഗമിച്ചു എന്ന് പറയുന്നത് അത് ഈ ചുറ്റുപാടും നിന്ന് ഒരുപാട് പേരുമായിട്ട് സംവദിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. അത് ഏത് തലത്തിലാണ് അത് മനസ്സിലാക്കുന്നത്? ഒട്ടുമിക്ക വ്യക്തികളും ഇപ്പോഴും നമ്മുടെയൊക്കെ ഒരു അടിസ്ഥാന സങ്കല്പം എന്ന് പറയുന്നത് കുടുംബം എന്നുള്ളതാണല്ലോ. അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബത്തിനകത്ത് നടക്കേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു പക്ഷേ സ്ത്രീയുടെ ചുമതലയാണ് എന്ന് തന്നെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും ഉള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ളവരില്ല എന്നല്ല, പക്ഷെ അത് മാറുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. കുറേ അധികം കുടുംബങ്ങളിൽ പ്രത്യേകിച്ചും യുവാക്കളുടെ ഇടയിലൊക്കെ തന്നെ പരസ്പരം ചുമതലകൾ പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ധാരണയിലെത്തുന്ന ധാരാളം പേരിപ്പോൾ വരുന്നുണ്ട്, വിച്ച് ഈസ് ഒബ്വിയസ്ലി എ ഗുഡ് തിങ്. സോ പക്ഷേ അതിലുപരിയായിട്ട്, അതായത് ഈ വീട്ടുജോലികൾ പങ്കുവയ്ക്കുക എന്നുള്ളതിലുപരിയായിട്ട് സ്ത്രീക്ക് സ്ത്രീയുടെയും പുരുഷന് പുരുഷൻ്റേതുമായിട്ടുള്ള സവിശേഷതകളുണ്ട് എന്നും അവ രണ്ടും സ്വതന്ത്രമായി പ്രകടിപ്പിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഇരു കക്ഷികൾക്കും സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനം. അതിന് ഒരു വ്യക്തിയോ ഒരു കുടുംബമോ ഒന്നും വിചാരിച്ചാൽ പോലെ സമൂഹം മൊത്തത്തിൽ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വളരേണ്ടതായിട്ടുണ്ട്.